തരട്ടെ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടല്ലോ വീഡിയോ. ഇന്നലെ ഞാൻ എറണാകുളം സൗത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ചാണ് ഈ കുഞ്ഞിനെ അമ്മേനെയും കണ്ടത്. ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് അതിനോട് ചേർന്നുള്ളൊരു കടത്തിണ്ണയിൽ ഈ അമ്മയും കുഞ്ഞും ഇരിക്കുകയാണ്. അവൻ നന്നായിട്ട് വിശക്കുന്നു തോന്നുന്നു. അവൻ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൻ കരച്ചിലൊക്കെ നിർത്തി. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഓറഞ്ച് എടുത്ത് ഞാൻ അവന് കൊടുത്തു. അവൻ വേഗം അത് അവൻ്റെ അമ്മയുടെ കൈ കൊടുത്തു. അമ്മ പൊളിച്ചു കൊടുത്തു. പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ മലയാളം പറയുന്നത്, പക്ഷേ എങ്കിലും അവൾ മാനസിക രോഗിയാണെന്ന് നമ്മൾ വലിയ ഇതിലൊക്കെ പറയല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ്. ഓമന പേരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിപ്രഷൻ എന്നല്ല പറയാം, ശരിക്കും മാനസിക വെല്ലുവിളി നേരിടുന്നു. തൻ്റെ ഇതായിട്ടോ അല്ലെങ്കിൽ തന്നോട് മറ്റുള്ളവർ പെരുമാറുന്നത് കൊണ്ടോ ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു ജീവിതത്തിലോ ഒക്കെ സംഭവിച്ചതാണ് അവൾക്ക് എന്ന് തോന്നുന്നല്ല, അതാണ് ശരി. അപ്പോൾ അവിടുത്തെ കുറേ ഓട്ടോ തൊഴിലാളി സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യും. കണ്ടും മടുത്തു. കൊടുത്തിട്ടല്ല, നമ്മൾ കുടുംബം നടത്താൻ വേണ്ടി വരുന്നവരാണ്. നമ്മൾ എന്തെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനും കൊടുത്തു കഴിഞ്ഞാലും ചില സാമൂഹ്യ വിരുദ്ധർ ഈ പ്രദേശത്തുണ്ട്. അവർ നമ്മളെ കാണുന്നതും നമ്മളെ അനാവശ്യം പറയുന്നതും അവരെ ദുരുപയോഗം, പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യാനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തിലേക്ക് വന്നിട്ട് ഇന്നലെ സൺഡേ ഒരാഴ്ചയായുള്ളൂ. വളരെ സങ്കടം തോന്നി പറയുന്ന കേട്ടപ്പോൾ. അപ്പോൾ ചേച്ചി വന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം അവരെ കണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഇവിടെ ഉണ്ടല്ലേ ചില കുരുപൊട്ടികൾ, അതിൽ ഒരു കുരുപൊട്ടി വന്നിട്ട് ചോദിച്ചു, അവരിപ്പോൾ ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്താണ് നല്ല രീതി? വേസ്റ്റിൽ ഒരു കുഞ്ഞ് കിടക്കുന്നതോ, ഒരു ആണും തൂണും ഇല്ലാതെ, ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ആ പെൺകുട്ടി ആ കുഞ്ഞുമായിട്ട് ആ വേസ്റ്റിൽ കിടക്കുന്നതൊക്കെയാണോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചില ആൾക്കാരോട് ചില ചോദ്യങ്ങൾക്കും ചില അവരുടെ എന്താ പറയുക, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാറില്ല. അപ്പോൾ അവൻ വീണ്ടും എന്നോട് പറയണം, നിങ്ങളിവരെ എവിടെ കൂട്ടിക്കൊണ്ട് പോകാനാണ്? നിങ്ങളെ എനിക്കറിയാം, നിങ്ങളല്ലേ ഇവിടെ ഫുഡ് കൊടുക്കുന്നത്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നെ നിങ്ങളെന്ന് വിളിച്ച് കുറേയേറെ അവനിങ്ങനെ അപരാധം പോലെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, നിങ്ങൾക്ക് ഇവരിവിടെ ജീവിക്കുന്നത് സുരക്ഷിതമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റോസ്മേരി സിസ്റ്ററിനെ വിളിച്ചു റോസ്മേരി സിസ്റ്റർ വരാമെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ അഭയമന്ദിരത്തിൻ്റെ വണ്ടി എത്തി സിസ്റ്ററിനെയും കൂടെ കണ്ടപ്പോൾ ഇവന് വീണ്ടും അങ്ങ് കുരുപൊട്ടി ഒലിച്ചു. കുറേ അനാവശ്യത്തിൻ്റെ ഒപ്പം കുറേ സ്ത്രീകൾ അവിടെ ശരീരം വിൽക്കാൻ നടക്കുന്ന കുറേ സ്ത്രീകളും. അപ്പോൾ എന്താ, അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും എന്ന് അതിൽ ചില ആൾക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ബിസ്ക്കറ്റോ ഒരു മിഠായിയോ കൊടുത്തിട്ട് ചില സമൂഹത്തിലെ വെറും തറകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ പെൺകുട്ടിയെ ഇരുട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിന് ശേഷം അവൾ ഭയങ്കരം വയലൻ്റ് ആവുകയും ഒച്ചപ്പാടും ബഹളവും തെറിവിളിയും ഒക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തി, പിന്നെ ഈ കുഞ്ഞിനെ ആ കടത്തിന്മേൽ ആ വേസ്റ്റിനുള്ളിൽ ഇരുത്തിയിട്ട് ഈ പറഞ്ഞ ചില സ്ത്രീകൾ വന്ന് ഇവളെ കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് അവളുമാർ കൂട്ടിക്കൊണ്ട് ഓട്ടോയിലൊക്കെ പല ലോഡ്ജുകളിലേക്ക് ആ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ നമ്മളെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ഉള്ളതുകൊണ്ട്, നേരത്തെ പറഞ്ഞ കണക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഇവളൊരു മാനസിക രോഗി ആയതിൻ്റെ പേരിൽ, ഇങ്ങനെ വയലൻ്റ് ആവുന്നതിൻ്റെ പേരിൽ ആരും ഈ കുഞ്ഞിനെ അമ്മേനെ ഏറ്റെടുക്കാനും വരുന്നില്ല. കാരണം
വ്യാപാരി വ്യവസായികളൊക്കെ പല സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു സ്ത്രീനും കുഞ്ഞിനെ തൽക്കാലം ഏറ്റെടുക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലവരെങ്കിലും കൈ ഒഴിഞ്ഞെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു ചീത്തയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കല്ലേറിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ആ കുഞ്ഞിനെ അമ്മേനെ ഏറ്റെടുത്തു. റോസ്മേരി സിസ്റ്ററിൻ്റെ അഭയ കേന്ദ്രത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി അവരെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഞാൻ പോരുന്നു. അപ്പോഴാണ് അവൾ വണ്ടിയിലിരുന്നിട്ട് പറയാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പച്ച മലയാളിയായ പെൺകുട്ടി കുറച്ച് ദൂരെയാണ് അവിടെ വീട്. അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു യുവാവുമായി പ്രണയത്തിലാവുകയും 2 വീട്ടുകാരുടെ എതിർപ്പിനെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കൽ അവിടുന്ന് നാട് വിടുകയും തോപ്പുംപടി എന്ന സ്ഥലത്ത് നിന്ന് ഒരു വീടെടുത്ത് താമസിക്കുകയും അവൾ ഗർഭിണിയാവുകയും അങ്ങനെ സന്തോഷത്തോടെ പോവുകയൊക്കെ ഇരുന്ന സമയത്ത് അവൻ വള്ളത്തിൽ ജോലിക്ക് മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ഒപ്പം സഹായത്തിന് വേണ്ടി സഹായിച്ച്, അതൊരു ജോലിയാണല്ലോ. അങ്ങനെ പോയാണ് ഈ പെൺകുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നത്. വള്ളം മറിഞ്ഞ യുവാവ് മരണപ്പെട്ടതോടുകൂടി ഈ പെൺകുട്ടി പ്രസവിക്കുക ആ വാടക വീട്ടിൽ നിന്ന് ആ കുട്ടീനെ, നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം വാടകയ്ക്ക് വീട് കൊടുക്കുന്നത് പുണ്യപ്രവർത്തിക്കൊന്നും അല്ല അല്ലോ. അപ്പോൾ അവർ ആ കുട്ടീനെ ഇറക്കി വിട്ടപ്പോൾ അവൾക്ക് വേറെ പോകാൻ ഒരു ഇടവില്ല. അവൾ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കയറ്റിയില്ല. അവർ സമൂഹത്തിൽ നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ദൈവഭയമുള്ള ആൾക്കാരാണ്. അപ്പോൾ സഹോദരങ്ങൾ ദൈവഭയമൊക്കെ എത്തി വളർന്ന് പഠിച്ചു വരുന്ന സഹോദരങ്ങൾക്ക് ഇവൾ നാണക്കേടാവും. അതുകൊണ്ട് അവളെ അവിടുന്ന് നിഷ്കരണം ആട്ടി ഓടിക്കുകയും ചെയ്തു. അവൾ വീണ്ടും ആ കുഞ്ഞിനെ കൊണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടുന്ന് അവിടെ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ തല്ല് കിട്ടിയില്ല. പക്ഷെ ആ വീട്ടിൽ വെച്ച് ആ യുവാവിൻ്റെ സഹോദരങ്ങൾ അവളെ തല്ലുകയും അവിടുന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ കൊണ്ട് പല സ്ഥലങ്ങളിൽ നടന്ന് വർഷങ്ങളായിട്ട് അവൾ നടക്കുകയാണ്. ഇപ്പോഴാണ് ആ കുഞ്ഞിന് 3 വയസ്സ് ഉണ്ട്, പക്ഷെ ആ കുഞ്ഞിന് 3 വയസ്സിൻ്റെ വളർച്ചയില്ല. അവൻ്റെ കാലൊക്കെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് വലിയ വലിയ വ്രണങ്ങളും മുറിവുകളും വീഴ്ചയൊക്കെ വന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ റോസ്മേരി സിസ്റ്റർ രാവിലെ എന്നെ വിളിച്ചു, പെൺകുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ വന്ന് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അവളെ. അപ്പോൾ അതിന് ഒരു വലിയൊരു താങ്ക്സ് എൻ്റെ ഡോക്ടറിനുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കാല് കാണിച്ചു, മരുന്നൊക്കെ തന്നു, പെരട്ടി അവർ രണ്ടുപേരും നന്നായിട്ട് പൊളിച്ചു. അപ്പോൾ ഇനി ചെല്ലുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ മുടി വെട്ടി കൊടുക്കാം. എനിക്കതിന് സമയം ഉണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും മക്കളും എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ ഒപ്പം ഒരുപാട് നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു നിരാശയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് ഞാൻ ബസ്സിലാണ് പോരുന്നത്. അപ്പോൾ ബസ്സിലിരുന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെടുകയും കരയുകയൊക്കെ ചെയ്തു. എന്തിനാണെന്നറിയത്തില്ല, വല്ലാത്തൊരു വിഷമം. എന്താ പറയുക അല്ലേ, എനിക്ക് അതിനെക്കുറിച്ച് ആ കുട്ടിയുടെ കഴിഞ്ഞു പോയ ജീവിതത്തിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. എന്നാലും ഇങ്ങനെ ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ആൾക്കാരെന്ന് പറഞ്ഞത് ചെറിയ വ്രണങ്ങളെ മാന്തി വലിയ വ്രണങ്ങളാക്കി ജീവിക്കുന്ന കുറേ അലവലാതിയായ ആൾക്കാരും സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ അമ്മേനെ രക്ഷിച്ചതിൽ എനിക്ക് എൻ്റെ റോസ്മേരി സിസ്റ്ററിനോടും അതിലേറെ എനിക്ക് എൻ്റെ ഈശോയോടും എല്ലാ ദൈവങ്ങളോടും ഞാൻ നന്ദി പറയാണ്. ചിലവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും, അങ്ങനെയുള്ളവർ സുരക്ഷിതമായി കൈകളിലേക്ക് എത്തിപ്പെടും. അപ്പോൾ ഇത് എനിക്ക് എന്തും ഞാൻ നിങ്ങളോടാണ് ഷെയർ ചെയ്യുന്നത്, എനിക്ക് വേറെ ആരോടും ഷെയർ ചെയ്യാനില്ല. അപ്പോൾ എന്നെ കേട്ട നിങ്ങളെല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.